ഞാൻ ഈ പട്ടി ഷോയും കാണിച്ചുകൊണ്ട് ഈ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ ദാ ആ മുമ്പിൽ പോകുന്ന രണ്ടേട്ടത്തിമാരിതാ ഈ വണ്ടി ഓടിക്കുന്ന ഏട്ടത്തിനും വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഈ പളപള മിന്നുന്ന ഡ്രസ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ വമ്പൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണേ. നമ്മൾ അന്ന് പറഞ്ഞ കഥയില്ലേ പൊട്ടന് ലോട്ടറി അടിച്ച കഥ, ആ കഥയിലെ നായകൻ നമ്മുടെ ഉണ്ണിയേട്ടന് കല്യാണം ആവാനായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞേ. സോറി കേട്ടാ, ചെറിയ തിരുത്തലുണ്ടേ. നമ്മൾ ഡ്രസ്സ് എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കി വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 3-4 മണിക്കൂറത്തെ ഡ്രസ്സ് സെലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കെൻസിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടാ. ആ അതെ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എപ്പോഴും മെനു നോക്കി ലാസ്റ്റ് ഒക്കെ ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്യും. പക്ഷെ അല്ല, ഇന്ന് നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, ഞങ്ങൾക്ക് 4 ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ 8 പീസ് ചിക്കൻ നമ്മൾ ഈ 4 പേർക്ക് അത് തീറ്റ പണ്ടാരങ്ങൾക്ക് ഇട തികയാലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഫുഡ് കഴിച്ചു തുടങ്ങിയത്. അവസാനം തീർന്നപ്പോഴത്തേക്ക് ഇനി 1 പീസ് കൂടെ അകത്തോട്ട് പോയ എല്ലാം കൂടെ തിരിച്ചു വരുന്നുള്ള അവസ്ഥയായിരുന്നു. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ട് അപ്പൊ നമ്മൾ വീട്ടിലെത്തി കേട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.